പൊറിഞ്ചു വെളിയത്, രേഖ ജുൻജുൻവാല തുടങ്ങിയ വൻകിട നിക്ഷേപകർക്ക് ഹോൾഡിംഗ്സ് ഉള്ള കേരള കമ്പനി നിലവിൽ സർവകാല റെക്കോർഡിൽ നിന്നും ഏകദേശം 63% ഡിസ്കൗണ്ടിലാണ് ഓഹരി നിൽക്കുന്നത്. മാത്രമല്ല വിപണിയിലെ വമ്പന്മാർ, അതായത് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഓഹരി വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു. ഏറ്റവും വലിയ സവിശേഷത ലാഭം ഇടിഞ്ഞ കമ്പനിയിലാണ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപം നടത്തിയിരിക്കുന്നതെന്നാണ്. ഈ ഓഹരിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. മലയാളികൾക്ക് പ്രത്യേകിച്ച് മുഖവുര ആവശ്യമില്ലാത്ത ജിയോജിത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ആദ്യം നമുക്ക് കമ്പനിയെക്കുറിച്ചുള്ള കുറച്ച് ചരിത്രം മനസ്സിലാക്കാം. 1987 CJ ജോർജ് എന്ന വിഷണറി ലീഡർ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് ജിയോജിത്ത്. ഡൽഹിയിൽ പാർട്ട് ടൈം LLB പഠിക്കുന്നതിനിടയിൽ ജോർജ് ബട്ട്ലിവാല ആൻഡ് കരാനി സെക്യൂരിറ്റീസ്, അതായത് BNK സെക്യൂരിറ്റീസിൽ അനലിസ്റ്റായി ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നീട് ജോർജ് തന്റെ LLM കോഴ്സ് ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് താമസം മാറി BNK സെക്യൂരിറ്റീസിന്റെ കൊച്ചി ഓഫീസിൽ ചേർന്നു. ജോർജിന്റെ സ്ഥാപക പങ്കാളിയായ രഞ്ജിത്ത് കാഞ്ചിലാൽ അന്ന് BNKയുടെ ക്ലയന്റ് ആയിരുന്നു. 1987 രണ്ട് പങ്കാളികളുടെയും പേരുകൾ സംയോജിപ്പിച്ച് അവർ ജിയോജിത്ത് ആൻഡ് കമ്പനി എന്ന സ്ഥാപനം സ്ഥാപിച്ചു. ജോർജിൽ നിന്നുള്ള ജിയോയും രഞ്ജിത്തിൽ നിന്നുള്ള ജിത്തും ചേർത്തിയാണ് ജിയോജിത്ത് എന്ന പേരിന് രൂപം നൽകുന്നത്. എന്നാൽ കാഞ്ചിലാൽ 1991 സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചു. തന്റെ ഓഹരികൾ ജോർജിന് വിൽക്കുകയും അതുവഴി ജിയോജിത്തിന്റെ ജോർജിന്റെ ഏക ഉടമസ്ഥാവകാശത്തിന് കീഴിൽ വരികയും ചെയ്തു. 1993 കമ്പനി എറണാകുളത്തെ മൂവാറ്റുപുഴയിലാണ് ആദ്യത്തെ ശാഖ തുറക്കുന്നത്. തുടർന്ന് കേരളത്തിലെ തൃശൂരിൽ മറ്റൊരു ശാഖയും ആരംഭിച്ചു. 1994 ജിയോജിത്ത് ഒരു പുതിയ പേരിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി, ജിയോജിത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. കൊച്ചിയിൽ കോർപ്പറേറ്റ് രൂപത്തിലേക്ക് മാറിയ ആദ്യ ബ്രോക്കറേജ് സ്ഥാപനവും ഇന്ത്യയിലെ ആദ്യകാല ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊന്നുമായി ജിയോജിത്ത് മാറി. 1995 കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കമ്പനിയുടെ 22% ഓഹരികൾ സ്വന്തമാക്കിയത്. തുടർന്ന് ജിയോജിത്തിന്റെ സഹ പ്രൊമോട്ടറായി മാറുകയും ചെയ്തു. ഇതോടെ സർക്കാർ സ്ഥാപനത്തിന് പങ്കാളിത്തമുള്ള ബ്രോക്കിംഗ് കമ്പനി എന്ന സവിശേഷത ജിയോജിത്തിന് ലഭിച്ചു. UTIയിൽ നിന്ന് എക്സിക്യൂട്ടീവ് ട്രസ്റ്റിയായി വിരമിച്ച AP കുര്യൻ കമ്പനിയുടെ ബോർഡിന്റെ സ്വതന്ത്ര ഡയറക്ടറും ചെയർമാനുമായി ചേർന്നു. 1995 ഒക്ടോബറിൽ ജിയോജിത്ത് 10 രൂപ മുഖവിലയുള്ള 9,50,000 ഓഹരികൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് IPOയുമായി വിപണിയിലെത്തി. കമ്പനിയുടെ ഓഹരികൾ കൊച്ചി, ചെന്നൈ, ഡൽഹി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു. IPOയ്ക്ക് 15 മടങ്ങ് ഓവർ സബ്സ്ക്രിപ്ഷനാണ് ലഭിച്ചത്. അതേ വർഷം ജിയോജിത്ത് NSEയിൽ അംഗമാവുകയും ചെയ്തു. കൊച്ചിയിൽ ആദ്യ ടെർമിനൽ തുറന്നു. 1996 മുതൽക്ക് കമ്പനി തങ്ങളുടെ സാന്നിധ്യവും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജിയോജിത്ത് 1997 ഡിപ്പോസിറ്ററി സേവനങ്ങൾ ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ നൽകാനും തുടങ്ങി. നിലവിൽ ഗ്ലോബൽ ബാങ്കിംഗ് ഭീമനായ BNP പാരിബാസ്, പിന്നെ നമ്മുടെ സ്വന്തം KSIDC, കൂടാതെ CJ ജോർജ് എന്നിവരാണ് തലപ്പത്തിരിക്കുന്നത്. ഇനി സാമ്പത്തികം നോക്കാം. ഈയിടെ വന്ന സാമ്പത്തിക ഫലങ്ങൾ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ നിരാശ തോന്നാം. രണ്ടാം പാദത്തിൽ ലാഭം 60% കുറഞ്ഞ് 22 കോടി രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 56 കോടിക്ക് മുകളിലായിരുന്നു കമ്പനിയുടെ ലാഭം. എന്നാൽ ലാഭം കുറഞ്ഞത് ബിസിനസ് നഷ്ടത്തിലായതുകൊണ്ടല്ല, മറിച്ച് കമ്പനി ഭാവിയെ മുന്നിൽ കണ്ട് പണം ഇറക്കുന്നതുകൊണ്ടാണ്. ചിലവുകളാണ് ലാഭത്തിൽ ക്ഷീണമേൽപ്പിച്ചത്. 2 പ്രധാന ചിലവുകൾ കമ്പനിക്ക് നേരിടേണ്ടി വന്നു. 1, ജീവനക്കാരുടെ എണ്ണം കൂട്ടി. 2, IT ഇൻഫ്രാസ്ട്രക്ചർ അടിമുടി പരിഷ്കരിക്കാൻ വലിയ തുക മാറ്റിവെച്ചു. അതായത് ഇവിടെ നഷ്ടമല്ല, നാളേക്കുള്ള ഇൻവെസ്റ്റ്മെന്റായി ഈ ചിലവിന് വിലയിരുത്താം. ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാവണം വൻകിടക്കാർ ഇപ്പോൾ ജിയോജിത്തിൽ കണ്ണുവച്ചിരിക്കുന്നത്. 2025 സെപ്റ്റംബർ പാദത്തിൽ വെറും 0.83% മാത്രമായിരുന്ന DIA ഹോൾഡിംഗ്സ്, മ്യൂച്വൽ ഫണ്ടുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും പങ്കാളിത്തം ഡിസംബർ പാദമായപ്പോഴേക്കും കുതിച്ചുകയറി 10% മുകളിലെത്തി. ഒറ്റ പാദം കൊണ്ട് 1100% വർധനവ്. ബജാജ് ലൈഫ് ഇൻഷുറൻസ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് തുടങ്ങിയവരാണ് പ്രധാനമായും ഓഹരികൾ വാങ്ങിയത്. ഇതുകൂടാതെ പൊറിഞ്ചു വെളിയത് ഏകദേശം 27 കോടി രൂപയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. രേഖ ജുൻജുൻവാല നേരത്തെ തന്നെ 7.2% ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട്. രാകേഷ് ജുൻജുൻവാല ബോർഡിൽ ഉണ്ടായിരുന്ന കാലം മുതലുള്ള വിശ്വാസം അവർ ഇപ്പോഴും തുടരുന്നു. എന്തുകൊണ്ടാണ് ഓഹരികൾ ഇവർ വാങ്ങുന്നത്? ഉത്തരം വളരെ ലളിതമാണ്, വാല്യുവേഷൻ. ഇന്ന് ജിയോജിത്ത് ട്രേഡ് ചെയ്യുന്നത് 1.7 ടൈംസ് പ്രൈസ് ടു ബുക്ക് വാല്യൂവിലാണ്. എതിരാളികളായിട്ടുള്ള ഏഞ്ചൽ വണ്ണൊക്കെ 4.6 ടൈംസിലാണ് നിൽക്കുന്നത്. അതായത് എതിരാളികളെ അപേക്ഷിച്ച് വലിയ വിലക്കുറവിലാണ് ജിയോജിത്ത് ഇപ്പോൾ ഉള്ളത്. ചുരുക്കത്തിൽ ഉയർന്ന ചെലവുകൾ കാരണം താൽക്കാലികമായി ലാഭം കുറഞ്ഞെങ്കിലും വമ്പൻ നിക്ഷേപകർ ഓഹരിയെ അവസരം കാണുന്നുണ്ട്.
72 മുതൽ 73 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഈ ഓഹരി വാല്യൂ ഇൻവെസ്റ്റിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു കേസ് സ്റ്റഡിയാണ്. BNP പാരിബാസിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിക്ക് ഉയർന്ന ഡിവിഡൻഡ് yield ഉണ്ട്. എങ്കിലും ഉയർന്ന PE നിലനിൽക്കുന്നത് ഓഹരിയിലുള്ള റീറ്റെയിൽ നിക്ഷേപകരുടെ താൽപര്യം കുറയ്ക്കുന്നുണ്ട്. അതേസമയം വൻകിട നിക്ഷേപകർ കമ്പനിയുടെ നിലവിലെ സമ്മർദ്ദത്തെ താൽക്കാലികമായാണ് കാണുന്നത്. വിപണിയിൽ 72 രൂപയിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി കഴിഞ്ഞ വർഷം 35% ഇടിഞ്ഞിട്ടുണ്ട്. ഓഹരിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏതായാലും മറ്റൊരു സ്റ്റോക്കിന്റെ വിശേഷവുമായി വീണ്ടും കാണാം.